എങ്ങനെയുണ്ട് ഇത്തിരി നേരം കാണാനുണ്ടോ? അത്രയ്ക്കൊന്നുമില്ല, സാധാ ഒരു പടം, ഒട്ടും മോശമില്ല, ഭയങ്കര ഒരു ആവറേജ്. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? അഭിനയം കൊള്ളാം, റോഷൻ നല്ല രസം. എന്തെങ്കിലും മെസ്സേജ് ആണോ പടം? എങ്ങനെയുണ്ട്? ഓക്കെ, ഒരു കണ്ടിരിക്കാനുള്ള പടമാണോ? പറയണോ എങ്ങനെയുണ്ട്? ഒരു 3 വർഷം മുമ്പ് എടുത്ത പടമാണ്. അതിൻ്റെ ആ ഒരു ലെവല് ഉണ്ട് പടത്തിന്. കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പടം ഒരു 96 ആണ് പിടിച്ചേക്കുന്നത്, 96 മോഡൽ. ഏക്കുന്നില്ല, അത്രേ ഉള്ളൂ. ചില സീൻസ് കോമഡിയൊക്കെ ചില സ്ഥലത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫുള്ളും ട്രിവാൻഡ്രത്താണ് എടുത്തുകൊണ്ട് പടം ഈ കപ്പിൾസ് ആയിട്ട് ഇരുന്ന് കാണാം. ജസ്റ്റ് കോളേജൊക്കെ കട്ടടിച്ചിട്ട് കപ്പിൾസ് ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ പടം. അല്ലാതെ വേറെ വലുതായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ആവറേജ് മൂവി. ഇഷ്ടമായതുകൊണ്ട് റോസ്റ്റേഴ്സിൽ കണ്ടോണ്ടിരിക്കുന്നത്. റോഷന്റെ അഭിനയം കൊള്ളാം, അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടോണ്ടിരുന്നത്. അല്ലാതെ ഇങ്ങനെ നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല പടം. ആ, എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? നല്ലൊരു 90s കിഡ്സിന്റെ ഒരു 90s എങ്ങനെ റോഷനൊക്കെ എങ്ങനെയുണ്ട്? റോഷൻ അടിപൊളി. ലേഡി 2 വർഷത്തിന് മുമ്പ് ഇറക്കി ചെയ്ത പടമാണ്. ഒരു OTT കണ്ടന്റ് പടം തന്നെയാണ്. വേറെ മോശമൊന്നോ കാര്യങ്ങളോ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു എക്സ്കാമിൻ്റെ അവരൊരു ഇതിൽ എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് ആ ഒരു ഫീലും കാര്യങ്ങളും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു 96 ഫൈവാണ് നോക്കിയത്, ആ റേഞ്ച് ഒട്ടൊന്നല്ല. എന്നിരുന്നാൽ പോലും ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇവർ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ട്. റോഷനും സെറിനും അവരെയൊക്കെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പോയിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫിൽ കാണുമ്പോൾ നമുക്ക് മോശമെന്ന് പറയാൻ OTT പടം ഒത്തിരി നേരം നമ്മളെ വിഷമിപ്പിച്ചു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വളരെ മോശം എന്ന നിലയിലാണ് നമ്മളെ വിഷമിപ്പിച്ചത്. വളരെ എന്താ പറയുക, ഒരു ലാഗായിരുന്നു, ഭയങ്കര എരിച്ചിലായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമുക്കൊരു എനർജി അതിനകത്ത് വരുന്നുണ്ട്, എനർജി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ആവറേജ് ലെവലിലേക്ക് പോകുന്ന രീതിയിൽ കൊണ്ടുപോകും. കണ്ടിരിക്കാനുള്ളതുണ്ട് പടം? ഇല്ല, കണ്ടിരിക്കാനില്ല. സെക്കൻഡ് ഹാഫ് വേണം മാത്രം വന്ന് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കൂടെ ചേരുമ്പോൾ നമ്മുടെ ആ ഒരു മടുപ്പ് വരുമല്ലോ. തീർച്ചയായിട്ടും ഇത് പിന്നെ ചില എന്താ പറയുക, കോളേജൊക്കെ കഴിഞ്ഞ് എക്സ് ലവേഴ്സിനൊക്കെ അവർക്ക് അത് ഒന്നിക്കാൻ കഴിയാതെ പോയവരുടെ ഒരു തീമൊക്കെ ഇതിനകത്ത് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഒരു ക്ലീഷോ, ഫുൾ ടൈം ബാറ് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ആവറേജ് ലെവലിൽ പോയത്. സിനിമ ഒരു ഫിലിം ഫെസ്റ്റിവലിന് കാണിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള മൂവിയാണ്. ഈ ഇപ്പോൾ ഡിസംബറിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യം പ്രദർശിപ്പിച്ചിട്ട് പിന്നീട് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിലെങ്കിലും കുറേ അങ്ങനെയുള്ള ബുദ്ധിജീവികളെന്നോ അഭിനയിക്കുന്നവരൊക്കെ ഭയങ്കര ഉത്തമ കലാസൃഷ്ടി എന്നൊക്കെ പറയും. പിന്നെ ഈ സിനിമയിൽ സബ്ജക്റ്റ് എന്ന് ഒരുപാട് സിനിമകളിൽ കാണിച്ചു പോയിട്ടുള്ളതാണ്. അങ്ങനെ പുതുമയുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. പിന്നെ ആദ്യ പകുതി ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ശരിക്കും ഉറങ്ങിപ്പോകും. മാതിരി സിനിമ അത്ര സ്ലോ ആണ് സിനിമ. സെക്കൻഡ് ഹാഫ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തമാശകളെ ജിയോ ബേബിയും ആനന്ദ് മന്മഥനെയും കൊണ്ടൊക്കെ ചെറിയ തമാശകളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ആദ്യ പകുതി ഹൊറിബിൾ എന്ന് തന്നെ പറയാം. പിന്നെ ഈ സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്. റോഷനും സെറിനൊക്കെ നല്ല ആക്ടേഴ്സാണ്. പിന്നെ കൂടെ അഭിനയിച്ചവരായാലും അധിക കഥാപാത്രങ്ങളില്ല. പിന്നെ ഈ സെറിനെയും റോഷനെയാണ് നമ്മളെ ഈ സിനിമയുടെ ഒരു 90% പോർഷനിൽ നമ്മൾ അവർ രണ്ടുപേരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ പോസിറ്റീവ് എന്ന് പറയാം, അതിനകത്ത് സിനിമയുടെ പാട്ട്, ഗാനരചന, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതെല്ലാം ഏതൊരു പുതിയ ആളാണ് ചെയ്യുന്നത്. പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഗസൽ ടൈപ്പിലുള്ള പാട്ടൊക്കെയാണ് ഫിലിമിൽ കാണിച്ചത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പോസിറ്റീവായിട്ട് പറയാം. എങ്ങനെയുണ്ട് പടം? ആവറേജ്, നമുക്ക് ജസ്റ്റ് വൺ ടൈം കണ്ടിരിക്കാവുന്ന മോശമല്ലാത്തൊരു സിനിമ. ഒരു ലവ് സ്റ്റോറിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളുണ്ട്. പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുന്ന നന്ദു പൊതുവാളാണ്. പുള്ളിയുടെ കോമഡിയൊക്കെ നല്ല നാച്ചുറലാണ്, നല്ല സ്റ്റാൻഡേർഡ് കോമഡിയാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. പിന്നെ ആനന്ദം കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂഷ്വൽ എന്താണ് ഒരു കുഴപ്പമില്ലാത്തൊരു മൂവി.